മാതാ പിതാ ഗുരു ദൈവം ഇങ്ങനൊരു ചൊല്ലുണ്ട്. അതില് സത്യം പറഞ്ഞാല് ഇന്നത്തെ കാലത്ത് കുറച്ചും കൂടെ ബുദ്ധി തെളിയണം കേട്ടോ. എല്ലാവർക്കും ഇത് മനസ്സിലാവില്ല. കുറച്ച് ലോങ് ആയിട്ട് ഉള്ളൊരു വീഡിയോ ആണ്. ചെറിയ ചെറിയ വീഡിയോ ഒക്കെ ചെയ്തപ്പോൾ ആളുകൾക്ക് ഭയങ്കരമായിട്ട് ചെറിയ കമന്റുകളൊക്കെ ഉണ്ടായിരുന്നു. കമന്റ് അല്ല, മീൻസ് നേരിട്ട് എന്നോട് പറഞ്ഞത് എന്ത് ചെറുത്. അത് പക്ഷെ എനിക്കെന്താ വെച്ചാൽ നമ്പർ തയ്ക്കാൻ വേണ്ടിയിട്ടാണ് ആ വീഡിയോ. ഇതങ്ങനെയല്ല. ഇത് ഞാൻ ഒന്നുകിൽ ഞാൻ ചിലപ്പോൾ ഈ ഒരു വീഡിയോയോട് കൂടിയിട്ട് മാതാപിതാ ഗുരുദൈവത്തിന്റെ എപ്പിസോഡ് തീർക്കും. അതല്ലെങ്കിൽ ചിലപ്പോൾ 1-2 എപ്പിസോഡും കൂടെ നോക്കട്ടെ. അതായത് ഞാൻ വളരെയധികം ലജ്ജിക്കുന്നു ആ മാതാവിൽ, അതായത് ഞാൻ ജനിച്ച മാതാവിന്റെ മകനായി ജനിച്ചല്ലോ എന്നോർത്ത് വളരെയധികം ലജ്ജിക്കുന്നു. വളരെയധികം ലജ്ജിക്കുന്നു. പക്ഷെ ഒന്നും ചെയ്യാനൊന്നുമില്ല. എൻ്റെ കർമ്മഫലം എന്നൊക്കെ പറയില്ലേ, അത്രയ്ക്കും മ്ലേച്ഛകരം. ഈ ചില വാക്കുകൾ മലയാളത്തിലാണെങ്കിലും പലർക്കും അർത്ഥം മനസ്സിലാവില്ല. അർത്ഥം മനസ്സിലാവാതെ എൻ്റെ കുഴപ്പമില്ല, വളരെ മോശം. ആ സ്ത്രീയിൽ ജനിച്ചു എന്നതിൽ വളരെയധികം ലജ്ജിക്കുന്നു. കാരണം അത്രയും മോശമായ അനുഭവങ്ങളാണ് എനിക്ക്. അച്ഛൻ, അതായത് പിതാവിൽ കുറച്ചും കൂടെ ഞാൻ അഭിമാനിക്കുന്നുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ ആള് ഇന്നും എൻ്റെ ഈ ഒരു സാഹചര്യത്തിന്റെ, എൻ്റെന്നല്ല ഈ 3 പേരുടെ സാഹചര്യത്തിലും കൃത്യമായിട്ട് വീതിച്ച് എടുക്കാൻ പാകത്തിലുള്ള, എല്ലാവർക്കും ജീവിക്കാൻ പാകത്തിലും കൂടെ ഉള്ള സ്വത്ത് നിലനിർത്തിക്കൊണ്ട് തന്നെയാണ് ആള് മരണപ്പെട്ടത്. അത് നമ്മൾ ആളുടെ മരണശേഷം നമ്മളെ കൊണ്ടാവുന്ന വിധത്തിൽ മാക്സിമം നന്നായി സംരക്ഷിച്ച് ഇന്ന് അതിന് കിട്ടിയ വില, ആ വില വെച്ചിട്ട് അതിനെ ഭാഗിക്കേണ്ടത് 3 ആക്കിയിട്ടാണ്. ഈ 3 ആക്കി ഭാഗിച്ച് പിരിഞ്ഞൊഴിവാവേണ്ടതായ രീതിയിലേക്കുള്ള കേസുകൾ ഇപ്പം എത്തി. എന്നിട്ട് അത് 3 ആക്കി തുല്യമായിട്ട് ഭാഗിക്കണം. ഈ 3 തുല്യമായി ഭാഗിക്കണ സമയത്ത് ഇന്ന് ഈ സ്ത്രീ, അതായത് നമ്മൾ എന്നെ ജനിപ്പിക്കാൻ അർഹമായ ആ ഒരു സ്ത്രീ, അതായത് 9 മാസത്തെ ചുമന്ന് പറ്റുകയെന്ന് പറയില്ലേ, വെറും വളരെയധികം ലജ്ജാവഹം. ആ 9 മാസം ആ സ്ത്രീയുടെ ഗർഭപാത്രത്തിൽ കിടന്നല്ലോ എന്നാലോചിച്ചിട്ട് ലജ്ജിക്കുന്നു. അതിന്റെ മുലപ്പാല് കുടിച്ചല്ലോ എന്നാലോചിച്ചിട്ട് ലജ്ജിക്കുന്നു. ഇന്ന് ഈ ഒരു പ്രശ്നങ്ങളൊക്കെ ആയിട്ട് ആ സ്ത്രീയിൽ നിന്നും എനിക്ക് ഇത്രയേറെ മോശമായ അനുഭവങ്ങൾ ഉണ്ടായല്ലോ എന്നാലോചിച്ചിട്ട് ഞാൻ ലജ്ജിക്കുന്നു. കാരണം കൃത്യമായിട്ട് ഉള്ള ഒരു ബുദ്ധി ആ സ്ത്രീക്ക് ദൈവം കൊടുക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ഏതെങ്കിലും സമയത്ത്, 1 വർഷമല്ല, 2 വർഷമല്ല, 3 വർഷമല്ല, ഏതെങ്കിലും ഒരു സമയം വരുമ്പോൾ അതിന് കൃത്യമായ ബുദ്ധി നൽകട്ടെ. കാരണം അതിന് ഉണ്ടായിട്ടുള്ളത് 2 മക്കളാണ്, ഒരു ആൺകുട്ടി ഒരു പെൺകുട്ടി. ഈ പെൺകുട്ടിക്ക് വേണ്ടത് നല്ല വിധത്തിൽ ഞാനും ആ വീട്ടിൽ നല്ല രീതിയിലുള്ള സമയത്ത് കൊടുക്കേണ്ടത് നന്നായി കൊടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് മാക്സിമം ആ പെൺകുട്ടി ഊറ്റി കൊണ്ടുപോയിട്ടുണ്ട്. വേണ്ട രീതിയിൽ ഈ ഞാൻ പറഞ്ഞില്ലേ, എനിക്കുണ്ടായ മാതാവല്ല, മാതാവിനുണ്ടായ ഞാൻ, ആ മാതാവിനെ മാക്സിമം യൂട്ടിലൈസ് ചെയ്തുകൊണ്ട് ഈ സ്ത്രീ പെങ്ങള് മാക്സിമം ഊറ്റിക്കൊണ്ടുപോയിട്ടുണ്ട്. അതുകൂടാതെ ഇന്ന് ഈ സ്വത്തിന്റെ പേരിൽ ഈ 2 സ്ത്രീകളും കടിപിടി കൂടുമ്പോൾ ഞാനെല്ലാം വിട്ടുകൊടുക്കാൻ തയ്യാറ് തന്നെയാണ്. പക്ഷെ എന്നെ കൊണ്ടാവുന്ന വിധത്തിൽ നിയമപരമായിട്ടും ബാക്കി എല്ലാ വിധത്തിലും ഞാൻ ചെറുതായിട്ടൊന്ന് പ്രതികരിച്ച് നോക്കും. അത് കഴിഞ്ഞാൽ വിടും. പിന്നെ ആ അപ്പക്കഷ്ണം എന്ന് പറയില്ലേ, ആ സ്വത്ത് അവരെടുത്ത് എന്താന്ന് വെച്ചാൽ ചെയ്യട്ടെ. അതുകൊണ്ട് അവരങ്ങ് ഗതി പിടിക്കണമെങ്കിൽ ഗതി പിടിക്കട്ടെ. അത്രയും മ്ലേച്ഛകരം. കാരണം എന്താന്ന് വെച്ചാല് ആ സ്ത്രീ അധ്വാനിച്ച പണമല്ല, ആ സ്ത്രീയുടെ മകൾ അധ്വാനിച്ചതല്ല, ഞാൻ അധ്വാനിച്ചതല്ല. പക്ഷെ ഞങ്ങൾക്ക് 3 പേർക്കും അവകാശപ്പെട്ടതാണ്. അതിന്റെ പേരിൽ ആ സ്ത്രീയും അധ്വാനിച്ചിട്ടുണ്ട്, അവിടെ മകളും അധ്വാനിച്ചിട്ടുണ്ട്, ഞാനും അധ്വാനിച്ചിട്ടുണ്ട്. ആ സ്വത്ത് അത്രയും കാലം സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും അധ്വാനിച്ചിട്ടുണ്ട്. എന്നാൽ ആരും അധ്വാനിച്ചുണ്ടാക്കിയതല്ല എന്നുള്ളൂ. പക്ഷെ അത് കാരണന്മാരായി കിട്ടിപ്പോന്ന ആ സ്വത്ത് നിലനിർത്തി പോരാൻ വേണ്ടി ഞാൻ അധ്വാനിച്ച അത്ര തന്നെ അവർ 2 പേരും അധ്വാനിച്ചിട്ടില്ല എന്നുള്ളത് ഞാൻ വ്യക്തമായ തെളിവുകൾ അതിന്റെ എല്ലാ വിധത്തിലുള്ള ടാക്സ് അടയ്ക്കലാണെങ്കിലും, അവിടുത്തെ മണ്ണിനെ സംരക്ഷിക്കേണ്ട കാര്യത്തിലാണെങ്കിലും, ആ മണ്ണിന്റെ വീടിന് വർഷങ്ങൾക്ക് മുമ്പേ പറഞ്ഞ വില ഒന്ന് കൂട്ടി കിട്ടാൻ വേണ്ടി ഞാൻ ശ്രമിച്ച കാര്യത്തിലാണെങ്കിലും അത് വേറിട്ട സംഭവം തന്നെ. എന്നിട്ട് അതിന്റെ പണം ഇപ്പോഴും കിട്ടിയിട്ടില്ല, മുഴുവനായിട്ട് കിട്ടിയിട്ടില്ല. അതിന്റെ കാരണം എന്താന്ന് വെച്ചാൽ എനിക്ക്
എന്നെ ഒന്ന് ഈ സ്വത്തിന് വേണ്ടിയിട്ട് ഇവര് മയക്കി കടത്തിയ ആ ഒരു ശ്രമം അവരത് പരാജയപ്പെട്ടു. അവരുദ്ദേശിച്ചത് ഇവനെ എങ്ങനെയെങ്കിലും വേഗം തീർത്തിട്ട് ആ സ്വത്ത് മുഴുവനായിട്ട് അവർക്ക് അടിച്ചു മാറ്റാന്ന്. അതിന്റെ പിന്നിൽ വേറെയും കുറെ ടീമുകളുണ്ട്, കൂട്ടാളികൾ വേറെയുണ്ട്. അങ്ങനൊന്നും ഇവിടെ ഒരാളും ഗതി പിടിച്ചിട്ടില്ല. ഒരു വ്യക്തമായ രീതിയിൽ കഷ്ണം പങ്കുവെക്കുമ്പോൾ അത് വ്യക്തമായ രീതിയിൽ പങ്കുവെച്ച് ആർക്കും പരാതി ഇല്ലാത്ത വിധത്തിൽ പങ്കുവെച്ച് ഉപയോഗപ്പെടുത്തുമ്പോൾ മാത്രമേ ഗതി പിടിക്കുള്ളൂ. അപ്പൊ ഞാനാണെങ്കിലും ഇട്ടാ എനിക്കും അർഹമല്ലാത്ത രീതിയിൽ അവിടുന്ന് ഞാൻ എന്തെങ്കിലും എടുത്താൽ എനിക്കും ഗതിയൊന്നും ഉണ്ടാവില്ല. അതേപോലെ തന്നെ അവർക്കും. അത് ഏതൊരു വ്യക്തിക്കും, ഇപ്പൊ കേരളത്തിൽ ഇപ്പൊ ഇത് കാണുന്നത് ചിലപ്പോ ഒരു 5-10 ആളുകളൊക്കെ തന്നെ ആവുമല്ലോ. എന്നാലും ഞാൻ കുറച്ച് ആളുകൾക്ക് ഇത് അയച്ചുതരാട്ടെ, നമ്മുടെ വേണ്ടപ്പെട്ട 1-2 റിലേഷൻസിനെ അയച്ചുതരാം. അപ്പൊ അത് കാണാൻ തന്നെ നന്നായി ചിന്തിക്കുക. ആ സ്ത്രീയുടെ തറവാട്ടിൽ നിന്ന് കൊണ്ടുവന്ന സ്വത്തല്ല, ഈ സ്ത്രീയുടെ മകളുടെ തറവാട്ട് വകയാണ്, എന്റെ തറവാട്ട് വകയാണ്. അതായത് ആ സ്ത്രീയുടെ ഭർത്താവിന്റെ, ഞാൻ ഈ പറഞ്ഞ സ്ത്രീ എന്ന് പറഞ്ഞാല് നമ്മൾക്ക് മനസ്സിലാകാൻ മാതാവിട്ട, ആ മാതാവിന്റെ ഭർത്താവിന്റെ, അതായത് ഭർത്താവ് വിവാഹം കഴിച്ച് കൊണ്ടുവന്ന് 2 പേരെയും സൃഷ്ടിച്ചു. ആരിനൊക്കെ? ഒന്ന് എന്നെ, പെങ്ങളിനെ. അതിന്റെ അർഹമായ, അതായത് എനിക്കും പെങ്ങൾക്കും ഒക്കെ അർഹമായിട്ടുള്ള സമ്പത്ത് തന്നെയാണ്. പക്ഷെ ആ പെങ്ങളുടെ കാര്യം എന്ന് പറഞ്ഞാൽ അവളുടെ വിവാഹത്തിന്റെ സമയത്ത് നല്ല രീതിയിൽ കൊടുത്തത്, അതുപോലെ അവൾ അവിടെ നിന്ന് മാക്സിമം ഈ സ്ത്രീനെ ഊറ്റിയിട്ടുണ്ടാക്കിയിട്ടുള്ള സംഭവങ്ങൾ, ഇത്രയും കാര്യങ്ങളൊക്കെ എടുത്തു നോക്കുകയാണെങ്കിൽ വളരെ വളരെ കുറച്ച് കഴിഞ്ഞ് അവൾക്ക് കൊടുക്കേണ്ടതുള്ളൂ. കൃത്യമായ കണക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ആ സമ്പത്തിന് 2ആക്കി ഭാഗിക്കേണ്ട അതിൽ നല്ലൊരു ശതമാനം എനിക്ക് കിട്ടേണ്ടതാണ്. ശരിക്ക് കൃത്യമായിട്ട്. കാരണം അതിനുവേണ്ടി ഞാൻ നന്നായി അധ്വാനിച്ചിട്ടുണ്ട്. ആ സ്വത്ത് പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ നന്നായിട്ട് അധ്വാനിച്ചിട്ടുണ്ട്. അതിന്റെ മേലൊരു കടം, കള്ളി, കാര്യങ്ങൾ. ഇപ്പൊ നമ്മൾ പണ്ട് പഞ്ചാബി ഹൗസിൽ ദിലീപ് കുടുംബത്തിന് കുറേ മോശമായ പേരുണ്ടാക്കിയിട്ട് അവസാനം ആത്മഹത്യ ചെയ്തിട്ടില്ലേ? ആത്മഹത്യ ചെയ്യാൻ വേണ്ടിയിട്ട് ചാടിയിട്ട് മരണപ്പെടാതെ പിന്നെ പഞ്ചാബി ഹൗസിൽ എത്തുന്നത്, അങ്ങനെയൊക്കെ ആയിട്ടുള്ള കഥകളൊക്കെ ഉണ്ടല്ലോ. ഇതൊക്കെ അതിനേക്കാളും കടം എനിക്ക് അതേ സ്വത്തിന്റെ മേലെ ഇതാക്കിയിട്ട് എനിക്ക് കൊടുക്കായിരുന്നു. പക്ഷെ ഞാനത് ചെയ്തില്ല. കാരണം എന്താ പറയുക, എനിക്ക് അറിയാവുന്ന കുറെ കാര്യങ്ങൾ എൻ്റെതായ ബുദ്ധിക്ക് ഈ ഒരു സ്വത്തില് നാളെ മറ്റന്നാളോ അത്രയും ഗതി ഇല്ലാത്ത സമയത്ത് അതിനെ ഉപയോഗപ്പെടുത്താൻ വേണ്ട രീതിയിലുള്ള കുറച്ച് ബുദ്ധി ദൈവം തമ്മിൽ എനിക്ക് തന്നതുകൊണ്ട് ഞാൻ ആ സ്വത്തിന്റെ മേലെ വലിയ ലോണുകൾ വെച്ചിട്ട് വലിയ ബാധ്യതകൾ ഉണ്ടാക്കിയിട്ടില്ല. ഞാൻ ഉണ്ടാക്കിയിട്ടില്ല. അച്ഛനുള്ള കാലത്ത് ഞാൻ കുറച്ചു കാലം അവിടെ നിന്ന് പിണങ്ങി നിന്ന് പിരിഞ്ഞു പോരുന്ന വീട്ടിലേക്ക് വീണ്ടും കയറുമ്പോൾ എൻ്റെ പേരിൽ അത് എഴുതി, അതിൽ സ്വത്തിന്റെ ഒരു ഭാഗം എഴുതി തരാം എന്ന ഗ്യാരണ്ടിയിലാണ് ഞാൻ കയറിയത്. അതുവരെ ഇവർ മറന്നു. എന്നിട്ട് ഇന്ന് എനിക്ക് വെറും 9 പൈസ. ഞാനിത് വീഡിയോ ചെയ്ത് ഇത് ഇടുമ്പോൾ ഇത് കുറച്ചാളുകളെങ്കിലും നാളെ മറ്റന്നാളോ എനിക്ക് ഗതി പിടിക്കാത്തൊരവസ്ഥ വരുമ്പോൾ പഞ്ചാബ് ഹൗസിൽ ദിലീപൊക്കെ ചെയ്തതുപോലെ അവസാനം ഗതിയില്ലാതെ വല്ലയിടത്തും ചാടി ചാവേണ്ടി വന്നാലും ഒന്ന് മനസ്സിലാക്കണം, പ്രിയപ്പെട്ട ബന്ധുമിത്രാദി നാട്ടുകാരെ, ഓരോ വ്യക്തി, ഇത് സമൂഹമാണ്. ഓരോ വ്യക്തിയെ കള്ളനാക്കുന്നത് സമൂഹമാണ്, കൊലപാതകയാക്കുന്നത് സമൂഹമാണ്, ആത്മഹത്യ ചെയ്യാൻ പ്രേരിപ്പിക്കുന്നതും സമൂഹം തന്നെയാണ്. കാരണം സമൂഹത്തില് വിവരമില്ലാത്തവർ അതാത് വ്യക്തികൾക്ക് കിട്ടേണ്ടുന്ന അർഹമായ രീതിയിലുള്ള പല കാര്യങ്ങൾക്കും തടസ്സം നിൽക്കുമ്പോൾ ചിലര് കൊലപാതകവും ചിലര് ആത്മഹത്യ ചെയ്യും. അങ്ങനെയുള്ള സംഭവങ്ങൾ ഈ സമൂഹമാണ് സൃഷ്ടിക്കുന്നത്. പ്രത്യേകിച്ച് കേരളത്തിൽ കുറച്ചും കൂടെ ഒരു നീതി, കൂടുമ്പോൾ ഇമ്പമുള്ള പശ്ചാത്തലത്തിന് വേണ്ടി കുറച്ച് കൂടുതൽ പ്രയത്നിക്കുമ്പോൾ പലരും സ്വന്തം കാര്യം നോക്കാൻ സ്വന്തം അക്കൗണ്ടിലേക്ക് പലതും മാറ്റിവെക്കാൻ മടിക്കുന്നുണ്ട്. അതിൽ പെട്ട ഒരാൾ തന്നെയാണ് ഞാനും വേണ്ട രീതിയിൽ ആ കുടുംബത്തിന്റെ കൂടെ നിന്ന് എൻ്റെ കുറെ മുന്നത്തെ വീഡിയോകളൊക്കെ നോക്കിയാൽ മനസ്സിലാവും. ഈ പറഞ്ഞ പോലെ പെങ്ങളുടെ 2 മക്കള്, ഈ 2 മക്കൾക്ക് വേണ്ടിയിട്ട് ഞാൻ ചെലവാക്കിയത്, പെങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ ചെലവാക്കിയത്, പിന്നെ അതിനു വേണ്ടിയിട്ടൊക്കെ നമ്മുടെ സമയം, സമ്പത്ത്, ചിന്തകൾ ഒക്കെ ചെലവാക്കിയ പല കാര്യങ്ങളും ഇന്ന് ഞാൻ സത്യം പറഞ്ഞാൽ ലജ്ജിക്കുന്നു. അതേപോലെ തന്നെ ഈ സ്ത്രീ, എൻ്റെ അച്ഛൻ വിവാഹം കഴിച്ചു കൊണ്ടുവന്ന
എന്തിനാ പറയാ, അങ്ങനത്തെ ആ ഒരു സ്ത്രീ ഇന്ന് ചെയ്തുകൊണ്ടിരിക്കുന്ന പല കാര്യങ്ങളിലും ഞാൻ ഇന്ന് വളരെയധികം ലജ്ജിക്കുന്നു. കേരളമേ ലജ്ജിക്കുന്നു. കൂടുതലായിട്ട് മാതാപിതാ ഗുരു ദൈവം എന്ന് പറഞ്ഞ സംഭവത്തെ കുറിച്ച് പറയാനില്ല. കാരണം ഇന്ന് വളരെ മോശമാണ്. അമ്മ മക്കളെ കൊല്ലുന്ന കാലം. സ്വത്തിന് വേണ്ടിയിട്ടല്ല, ഭോഗത്തിന് വേണ്ടിയിട്ട്. മറ്റേ ഈ കാമുകന്റെ കൂടെ പോകാൻ വേണ്ടിയിട്ട്, അതേപോലെ സ്വത്തിന് വേണ്ടിയിട്ട്, അതുപോലെ അവരുടെ പല താല്പര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ചെറിയ പൈതങ്ങളെയും വലിയ മക്കളെയും ഒക്കെ കൊല്ലുന്ന പല കാലങ്ങളാണ് അമ്മ എന്ന് പറയുന്ന സംഭവം. ഇന്ന് അത് പല വിധത്തിലുള്ള കേസും കൂട്ടങ്ങളൊക്കെ ആവുമ്പോൾ മാത്രമേ തെളിയുന്നുള്ളൂ. പോലീസിനൊന്നും തെളിയിക്കാൻ പറ്റില്ല. ക്രൈംബ്രാഞ്ച്, അതുപോലെ CBI, അതുപോലെ വലിയ വലിയ കോടതികൾ, പോലീസ് സ്റ്റേഷനിൽ എന്ത് പരാതി കൊടുത്തു കഴിഞ്ഞാൽ ഒരു വിലയില്ല. സത്യം പറഞ്ഞാൽ വെറും 10ാം ക്ലാസ്സും ഡിഗ്രി മാത്രം കഴിഞ്ഞിരിക്കുന്ന ഈ പോലീസുകാർക്ക് നിയമത്തിന്റെ ഒരു യഥാർത്ഥ വശം പോലും അറിയില്ല എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാക്കുന്നത്. കാരണം ഇന്ന് ഏറ്റവും കൂടുതൽ ക്രിമിനൽസിനെ സൃഷ്ടിക്കുന്നതും ഈ പോലീസ് സമ്പ്രദായം തന്നെയാണ്. അവർ ഈ ശവത്തിന് കാവലിരിക്കുന്ന സമയത്ത് അവർക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും. ചിലർക്ക് അതുമില്ല. ശവം തിനികളെന്നും പറഞ്ഞ വിധത്തിലുള്ള പോലീസ് കൂട്ടങ്ങളും ഉണ്ട്. കോടതികളും അതുപോലെ മറ്റു പല പല കാര്യങ്ങളിലൂടെയും ജനങ്ങളുമായി തുറന്ന് സംസാരിച്ചിട്ടാണ് അവസാനം അമ്മയാണ് മക്കളെ കൊന്നത്, അല്ലെങ്കിൽ അച്ഛനാണ് മക്കളെ കൊന്നത്, അല്ലെങ്കിൽ മക്കളാണ് അച്ഛനെയും അമ്മയും കൊന്നത് എന്ന് പോലും തിരിച്ചറിയാൻ കഴിയുന്നത്. ഇതൊക്കെ നടക്കുന്നത് അതാത് വീടുകളിലാണ്. വീടുകളിൽ ഓരോ കാര്യങ്ങളും ഇത് നടക്കാനുള്ള സാഹചര്യങ്ങൾ സൃഷ്ടിക്കുന്നത് ആരാണ്? എല്ലാം നമ്മുടെ സമൂഹമാണ്. സമൂഹത്തില് കേരളത്തില് ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്ന വളരെ മോശമായ അവസ്ഥയ്ക്ക് ഒരു ഇര തന്നെയാണ് ഞാനും ഒരു ഇരയാണ്. ഞാൻ എന്നോ ഈ കുടുംബവും കാര്യങ്ങളൊക്കെ വിട്ട് ഞാൻ എൻ്റെ സ്വതന്ത്രമായ രീതിയിലേക്ക്, ആത്മീയമായ രീതിയിലേക്ക്, ഇനിയിപ്പോൾ അതെല്ലാം ഒരു പെണ്ണ് കെട്ടുകയാണെങ്കിൽ അങ്ങനെയും ജീവിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയ ഒരു വ്യക്തിയാണ്. അത് ഈ വീട്ടുകാര് എന്നെ വീണ്ടും ബ്രെയിൻ വാഷ് ചെയ്ത് അവരുടെ കൂട്ടത്തിലേക്ക് കൊണ്ടുവന്ന് വീണ്ടും എനിക്ക് മ്ലേച്ഛകരമായ പല സിറ്റുവേഷൻ ഉണ്ടാക്കി തന്നു ഇന്ന് ഈ രീതിയിലേക്ക് എത്തിച്ച് വളരെയധികം ലജ്ജിക്കുന്നു. ആ സ്ത്രീയോടും ആ സ്ത്രീയുടെ മകളോടും പറയുകയാണെങ്കിൽ, സ്ത്രീകൾ എന്ന നിലയിൽ നിങ്ങൾ ചെയ്ത് കൂട്ടിയ ഗുണമുണ്ടെന്ന് നിങ്ങൾക്ക് തോന്നുന്ന എനിക്ക് തോന്നിയില്ല. പല കാര്യങ്ങളും ഞാൻ വളരെയധികം ലജ്ജിക്കുന്നു. അവരുടെ സുഹൃത്തുക്കള്, അവരുടെ ബന്ധുമിത്രാദികള്, ഇവരിലൂടെ ഒക്കെ തന്നെയും എൻ്റെ പല കാര്യങ്ങളിലും ബ്ലോക്ക് ചെയ്ത്, എനിക്ക് ചെയ്യാനുള്ള പല കാര്യങ്ങളിനെയും ബ്ലോക്ക് ചെയ്ത് ഇവരുടെ ജീവിതത്തിന്റെ കൂടെ നിന്ന് വളരെയധികം സഹിച്ച് ബുദ്ധിമുട്ടി അതിൻ്റെ കൂടെ തന്നെ നിന്നതിൻ്റെ പേരിൽ ഞാൻ വളരെയധികം ലജ്ജിക്കും. ഇപ്പൊ ഞാൻ അവരുടെ അടുത്ത് വിട്ട് വളരെയധികമാണ്. എന്നാലും സ്വത്തിന്റെ കാര്യം ഇതില് ഒരു തുല്യമായ നീതി ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ അതിൻ്റെതായ രീതിയിലേക്ക് മാക്സിമം പരിശ്രമിക്കും. ഒരു പരിധി വരെ, എൻ്റെതായ ഒരു പരിധി വരെ എനിക്ക് ചെയ്യാനുള്ള വേറെ കുറെ കാര്യങ്ങളുണ്ട്. അതിനും ഞാൻ ശ്രമിക്കണം, ഇതിനും ഞാൻ ശ്രമിക്കും. കാരണം വർഷങ്ങളായിട്ട് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പല തപസ്സുകളുടെയും ഒരു ഫലം, അത് എനിക്ക് കിട്ടേണ്ടത് എനിക്ക് തന്നെ കിട്ടണമല്ലോ. അതൊരാൾക്കും തടസ്സമുള്ള സംഭവമല്ല. ആത്മീയമായിട്ട് ഒരാൾക്കും തടസ്സമില്ലാത്ത വിധത്തിൽ തന്നെയാണ് ഞാൻ അധ്വാനിച്ചിട്ടുണ്ടായിരുന്നത്. അതിപ്പോ അവരെ സംബന്ധിച്ച് വളരെ തടസ്സമൊക്കെ തോന്നിയിട്ടുണ്ടാവും. 3 മണിക്ക് എഴുന്നേൽക്കുന്നത്, അതുപോലെ ഭക്ഷണം പുറത്തുനിന്ന് കഴിക്കാതായത്, അങ്ങനെ പല കാര്യങ്ങളിലും പല വിധത്തിൽ അവർക്ക് തോന്നിയിട്ടുണ്ടാവും. പക്ഷെ അതൊന്നും ഇവിടെ ഭാരതത്തിലെ ഒരു നിയമത്തിനും ഒന്നും ചെയ്യാൻ പറ്റില്ല. അത് അവരുടെ സ്വതന്ത്രമായ തീരുമാനങ്ങളാണ്. ഇതിനെയാണ് സനാതന ധർമ്മം എന്ന് പറയുന്നത്. അതൊക്കെ നമുക്ക് പിന്നീട് വേറെ ഇതിൽ പറയാം. ഇത് നോർമലി ഭൗതികമായിട്ടുള്ള പല കാര്യങ്ങൾ. ഇതൊക്കെ ചെയ്തുകൊണ്ടിരിക്കെ എൻ്റെ മേലെ ഭ്രാന്തനാണെന്ന് ആക്ഷേപിച്ച് ആ സ്വത്ത്, ഇപ്പൊ നിലവിൽ വിറ്റുപോയ സ്വത്തിന്റെ ഇപ്പുറത്തേക്ക് ഞാൻ എന്നും പറയാറുണ്ട്, ആ ഒരു അതിർത്തി തർക്കം എന്ന് പറഞ്ഞാൽ ഞാൻ 4 വീഡിയോ ഞാൻ ചെയ്തതിൻ്റെ, അത് പോസ്റ്റ് ചെയ്തതിൻ്റെയും പേരിൽ ഈ 2 സ്ത്രീകളും കൂടെ എന്നെ ഭ്രാന്തനാക്കി കൊലപാതകം ചെയ്ത് അവർക്ക് ആ സ്വത്ത് മുഴുവൻ അടിച്ചെടുക്കാനുള്ള ഒരു ശ്രമം അവരും അവരുടെ കൂട്ടാളികളും നടത്തിയതിൻ്റെ പേരിൽ എനിക്ക് വളരെയധികം ബുദ്ധിമുട്ട് സൃഷ്ടിച്ചു. പിന്നെ അവരുടെ കൂടെ ഞാനൊന്ന് നിന്ന് എങ്ങനെയും ആ മരുന്നിന്റെ സൈഡ് എഫക്റ്റ് ഒന്ന് പോയി കഴിഞ്ഞാൽ പിന്നെ എൻ്റെതായ രീതിയിലേക്ക് എന്നിട്ട് അവരുടെ കൂടെ സഹകരിച്ച് അവർക്ക് കൊടുക്കാൻ തന്നെയായിരുന്നു. ഒരു നല്ലൊരു ശതമാനം അവർക്കും കൊടുത്ത് കുറച്ച് ശതമാനം എനിക്കും എടുത്ത് മുന്നോട്ട് പോകാൻ തന്നെയായിരുന്നു എൻ്റെ തീരുമാനം. പക്ഷെ
ഇപ്പോ കാലം ഈ രീതിയിലേക്ക് എത്തിച്ച സ്ഥിതിക്ക് ഒരു ശ്രമം എല്ലാ വിധത്തിലും, ഗവൺമെന്റിൻ്റെതായ എല്ലാ വിധത്തിലും, അതുപോലെ ബന്ധുമിത്രാദികളിലും കുറച്ചു പേരെങ്കിലും നമ്മുടെ കൂടെ ഉള്ളവരുടെ എല്ലാ വിധത്തിലും ഞാനൊരു ശ്രമം നടത്തും. അത് കഴിഞ്ഞ് വിടും. മാതാ പിതാ ഗുരു ദൈവം, അത് തന്നെയാണ് സത്യം. പക്ഷെ അത് ജനിപ്പിച്ച തന്തയോ തള്ളയോ ആവണമെന്നില്ല. മാതാവിനെ നമുക്കിവിടെ കണ്ടെത്താം, പിതാവിനെ നമുക്കിവിടെ കണ്ടെത്താം, ഗുരുവിനെ നമുക്കിവിടെ കണ്ടെത്താം. അതിലൂടെ ദൈവത്തിലേക്ക് എത്താം. അത് ജനിപ്പിച്ച അച്ഛനാവണമെന്നില്ല, അമ്മയാവണമെന്നില്ല. ഗുരു എപ്പോ വേണമെങ്കിലും ഗുരുവിനെ കണ്ടെത്താം. അത് ആര് വേണമെങ്കിലും ആവാം. അങ്ങനെ ആണ് ദൈവത്തിലേക്ക് എത്തേണ്ടത്. അതാണ് യഥാർത്ഥത്തിൽ അതിന്റെ അർത്ഥം. ഒരു വേശ്യക്ക് ജനിച്ചു എന്ന് കരുതി വേശ്യയെ മാതാവായി കാണണമെന്ന് ഒരാളോടും പറയുന്നില്ല. ഒരു കൊലപാതകിയാണ് പിതാവ് എങ്കിൽ ആ കൊലപാതകിയെ കാലാകാലം പൂജിക്കണമെന്ന് ഒരാളോടും ഒരു വേദങ്ങളും പറയുന്നില്ല. ബാക്കി രണ്ട് കാര്യങ്ങളില്ല, ഗുരു ദൈവം. അത് നമുക്ക് നോക്കട്ടെ. ആവശ്യമുണ്ടെങ്കിൽ ഞാൻ അതിനെപ്പറ്റി കുറച്ച് കൂടുതലായിട്ട് പറയാം. അല്ലാന്നുണ്ടെങ്കിൽ വിടാം. അത് നമ്മുടെ മറ്റ് എപ്പിസോഡുകളിൽ നമുക്ക് വേണമെങ്കിൽ കുറേശ്ശെ മാക്സിമം എഡിറ്റ് ചെയ്ത് പറ്റും. കുറച്ച് വലിയ എപ്പിസോഡ് ആയതുകൊണ്ട് കുറച്ച് പേര് കണ്ടാൽ ഞാൻ അയച്ചു തരാം. കുറച്ച് പേർക്ക് അയച്ചു തരാം. അയച്ച ആളുകൾ ഒരു വട്ടം കണ്ട് മനസ്സിലാക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ മനസ്സിലാക്കണ്ട, അത്രേ നിങ്ങൾക്ക് ബുദ്ധിയുള്ളൂ എന്ന് ഞാൻ കരുതിക്കോളാം. പിന്നെ നമുക്ക് പരലോകത്ത് വെച്ച് കാണുന്ന സമയത്ത് അപ്പൊ നമുക്ക് ചിന്തിക്കാം, എന്തായിരുന്നു ഞാനന്ന് പറഞ്ഞിരുന്നത്, എന്തുകൊണ്ടാണ് ദൈവം ഇവന്റെ സ്ഥാനവും നിങ്ങളുടെ സ്ഥാനവും വേറെ എത്തിയത് എന്നൊക്കെ നമുക്ക് അവിടെ ഇരുന്ന് ചിന്തിക്കാം. പരലോകം